എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്താണ് മുഖത്തൊക്കെ ഇട്ട് കഥകളിക്കാരനാന്ന് ചോദിച്ചിട്ട് പോണായിരുന്നു. ഇപ്പൊ അമ്മ മൈത്രിയമ്മ ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അമ്മ സുധുവിന്റെ അടുത്ത് ഒരു ഫ്ലാസ്ക് തരാൻ വേണ്ടി വന്നപ്പോ സുധുവിനോട് എന്താണ് കഥകളിക്കാരനാണെന്ന്. കഥകളിക്കാരൻ ഇവൻ മാത്രമല്ല കേട്ടോ, ഇപ്പൊ തന്നെ ഞങ്ങളൊക്കെ ആവും. എന്താന്ന് വെച്ചാ ഇതൊരു ബെഞ്ചാറാസിന്റെ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുത്താണ് കേട്ടോ. സ്ക്രബ് ചെയ്ത്, അപ്പം ഞാനും സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാ എന്ത് ഇനി ഫേസ് പാക്ക് ഇടാന്നൊക്കെ പുറത്ത്. അപ്പം നിങ്ങൾ ഓർക്കുണ്ടാവുമല്ലേ രാവിലെ തന്നെ ഈ ഫേസ് പാക്ക് ഈ നേരം വെളുത്തിട്ടില്ല, 6 മണിയാവണം. 6 മണിയാവുമ്പോൾ തന്നെ ഈ ഫേസ് പാക്കൊക്കെ ഇട്ട് എങ്ങാടാണ് ഈ പോകാൻ പോണേന്നല്ലേ. അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ഇത്രയും ഒരുക്കങ്ങൾ എന്തായാലും ഉണ്ടാകുമ്പോൾ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നമ്മൾ വേഗം കുളിച്ച് റെഡിയായ സുധുവിന്റെ പുതിയ ഡ്രസ്സാണ്, ട്രെൻഡാണ്. ഷർട്ട് ഇപ്പിടുത്തിടാതിരിക്കാൻ വേണ്ടിയിട്ട് സുനിച്ചേട്ടൻ ഇന്നലെ കൊണ്ടുവന്ന നാടനൊക്കെ ചുറ്റി വന്നേക്കണ കേട്ടോ ചെക്കൻ. അപ്പില്ലേ നമ്മളെങ്ങാടാണെന്നാ പോണത്, വെട്ടം കുറവാണല്ലോ സുധു, വെട്ടം കുറവാണ്. അപ്പോൾ ഞങ്ങളിതേ രാവിലത്തെ ചെറിയ പണികളൊന്ന് റാനപ്പര അടിക്കുക, മുറ്റടിക്കുക, ബാക്കിയൊക്കെ ചെയ്തിട്ട് നമ്മളിന്ന് മലപ്പുറത്തും വരെയും പോകാൻ പോണേന്. സുധപ്പൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്, ഞാനൊരു 3 പ്രാവശ്യം പോയിട്ടുണ്ട്. നമ്മുടെ സുനിച്ചേട്ടൻ്റെ അമ്മ മൈത്രിയമ്മയുടെ ആങ്ങളുടെ മോളുടെ വീട്ടിലേക്ക് നമ്മൾ പോകാൻ പോണേ. നമുക്കൊരു ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ 13 പേരുള്ളൊരു ട്രസ്റ്റാണ്. അപ്പം അതിൽ 13ാമത്തെ മീറ്റിംഗ് അവളുടെ വീട്ടിൽ വെച്ചാണ്. അവളാണെങ്കിൽ ഇവിടെ പണ്ട് ചെറുതിലേ നമ്മുടെ വീട്ടിൽ ഇവിടെ ഉണ്ടായിരുന്നു. സുധപ്പൻ കുഞ്ഞായിരിക്കുമ്പോഴേക്ക് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പം നമുക്ക് അവളുടെ വീട്ടിലേക്ക് പോകാൻ പോണേ അല്ലേ. അവിടെ പോകുമ്പോഴാണെങ്കിൽ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അമ്മ നമ്മുടെ കൊണ്ടാട്ട് ഫാമിലിയുടെയും ചിൽച്ചിലിൻ്റെ എല്ലാ വീഡിയോയും കാണുന്ന കട്ട ഫാനാണ്. ഇടയ്ക്ക് അവൾ വിളിക്കുമ്പോൾ അമ്മ എപ്പോഴും എന്നോട് സംസാരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ അവിടുത്തെ അമ്മനെയും കാണാം. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി, ഞങ്ങൾ മാത്രമല്ല പോണത്, ഞങ്ങളൊരു 32 പേരും കൂടി ഒരു ചെറിയ മിനി ബസ്സിനൊക്കെയാണ് പോകാൻ പോണത്. കാരണം എപ്പോഴും എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അമ്മമാരും ചിറ്റമാരും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും കൂടി ഞങ്ങൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം ഒരു 1 ഡേ ട്രിപ്പ് പോലെ ഞങ്ങൾ പോകാൻ പോണേന്. അപ്പം അതിന് വേണ്ടിയിട്ട് റെഡി ആവണേണ്. അപ്പോൾ 7 മണിയാകുമ്പോൾ വണ്ടി വരും, 6 മണിയായി. അപ്പം തന്നെ ഇനി കുളിക്കാനും കൂടി ഉള്ളു. കുളിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം കുളിക്കാൻ അതിന് മുമ്പ് ഒരു പാക്ക് ഇടാന്ന് ഓർത്ത്. എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ ടാനടിച്ചിരിക്കുകയാണ് ഈ വെയിലത്ത് പോയതുകൊണ്ട്. അയ്യോ തുടങ്ങിയപ്പോഴേക്കും വെള്ളം കുറച്ചെടുക്കാമെന്ന് കരുതി. ഫ്ലാസ്കിൽ കുറച്ച് വെള്ളം, ചൂടൻ വെള്ളം എടുക്കുക. പിന്നെ ഇന്നലെ ഞാൻ രാത്രി തന്നെ പയറ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തി ഒരു പാക്കറ്റ് മേടിച്ച്. അപ്പോൾ ഞങ്ങൾ പിടിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ബോള് ചായ കുടി കഴിഞ്ഞ് അയ്യോ സുധു ഓഫ് ചെയ്തില്ലടാ. എന്നിട്ട് ഞാൻ ചായ കുടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങാൻ പോകണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വിശേഷങ്ങൾ എല്ലാവരും വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റൂല ഉറപ്പായിട്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നാണോ ഇരിക്കുള്ളൂ. ഞങ്ങൾ വെറുതെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ തുണിച്ചേട്ടൻ രാവിലെ പറഞ്ഞു നമുക്ക് വീഡിയോ എടുക്കാം, വീഡിയോയിൽ കാണും, വന്നൊന്നും ഇഷ്ടമുള്ളവർ വന്നോട്ടെ, വരാത്തവർ വരണ്ട. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു മലപ്പുറം വിശേഷങ്ങളാണ് നമ്മുടെ ഈ കൊച്ചു വീഡിയോയിലുള്ളത്. ആദ്യം തന്നെ വേഗം പോയിട്ട് ഇനി പെരടിച്ചിടാം, മുറ്റടിച്ചിടാം, ഫേസ് പാക്ക് ഇടാം. അതൊക്കെ ഇട്ടിട്ട് ഞാൻ വേഗം കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം അല്ലേ സുധു. അപ്പൊ പോയി സെറ്റ് ആയാലാ. സുധുവിന്റെ തുടങ്ങുമ്പോ ഒരു നേരം ഇതെന്താണ് ഇത് കട്ടക്കായിട്ട് വെച്ചേക്കുന്നത്, ഒറ്റടിക്ക് വെളുക്കിട്ടെ നോർത്തട്ടെ. ആ അപ്പൊ ശരിയാണ്, റെഡി ആയിട്ട് വേഗം വരാം. എല്ലാവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി ഇപ്പൊ കാണിക്ക. സുധുവിന്റെ കാണിക്കരുതെന്ന്. ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെയും ഡ്രസ്സൊക്കെ സെറ്റാക്കി വേഗം പോയി കുളിച്ചിട്ട് വരാം അല്ലേ. അങ്ങനെ വേഗം തന്നെ ഞാനും സുധുവും സുനിച്ചേട്ടനും എല്ലാവരും മുഖത്തൊക്കെ ക്രീമും അതും ഇതൊക്കെ വാരി തേച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം ടാനടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ വേഗം തന്നെ എറാനും പെരയൊക്കെ അടിക്കാൻ തുടങ്ങി കേട്ടോ. എറാനും പെരയൊക്കെ അടിച്ച് മുറ്റമൊക്കെ അടിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കി സമാധാനമായിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ 2 പണി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അതിനിടയ്ക്ക് കൂടി ഭക്ഷണവുമായിട്ടുണ്ട് കേട്ടോ. ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ അതേ എൻ്റെ മുഖം നോക്കി നല്ല സെറ്റായിട്ടുണ്ട്. അത് ഇനി കുറച്ച് സമയം ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുക. ചെറിയ തോതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. അപ്പോൾ നമുക്കിനി പോയി കുളിച്ച് റെഡിയാവാം. ഹലോ, അപ്പോൾ അതേ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതേ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്, റെഡിയായി. ഭയങ്കര ആഗ്രഹിച്ച് നമ്മൾ ബർത്ത്ഡേക്ക് എടുത്ത ബ്ലാക്ക് കളർ ഷർട്ടൊക്കെ ഇട്ട് സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ സിന്ധോമനെയും കണ്ണനെയൊക്കെ വിളിച്ച് വീഡിയോ കോളൊക്കെ ചെയ്യണമായിരുന്നു കേട്ടോ. ശ്രുതി ഇല്ല, ശ്രുതി പൂജ, അവളുടെ വീട്ടിൽ പൂജ ഉള്ളതുകൊണ്ട് പൂജക്ക് പോയേക്കാണ്. ഞാൻ അവളെ വഴിയിൽ വിളിച്ച് കാണിച്ചു കൊടുക്കണം, കാരണം ഞാനും അവളും കൂടി പോയാണ് ഇതെടുത്തത്. സുധപ്പനിവിടെ റെഡിയായി. സുധ വലിയ ചെക്കനായിട്ടുണ്ട് മോനെ. എന്നെ കാണിച്ചു തരും കേട്ടോ. അയ്യോ മന കാണുന്നില്ലല്ലോ. കാണുന്നുണ്ട്. ഇല്ല
എല്ലാവരും പറഞ്ഞോട്ടെ ഞങ്ങൾ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രസ്സ് ജനിച്ചിട്ട് ഇടുന്നത്, ആദ്യമായിട്ടാണ്. അപ്പോൾ അവിടെ ബ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിലും ഈ സാധനം ഇടുന്ന ആദ്യമായിട്ടാണ്. പൈസ കേക്കണ്ടെന്ന് അറിഞ്ഞുകൊണ്ടിട്ടാ ഞാൻ കഥയൊക്കെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോണേ. ഇനി അവിടെ ചെന്നിട്ട് എല്ലാവർക്കും വീഡിയോയിലൊന്നും വരുമൊന്നുമില്ല കേട്ടോ. എന്നാലും ഞങ്ങൾ വോയിസ് ഓവറൊക്കെ കൊടുക്കാതെ അമ്മയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് അമ്മ റെഡിയായി നിൽക്കുമ്പോൾ അയ്യോ എന്നെ കാണിക്കല്ലേ എന്ന് പറയൂല. ഫോട്ടോ എടുക്കാൻ പോണേ. ഇനി എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ വഴിയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പോവാം. അങ്ങനെ ദേ നമ്മൾ തിരുത്തിപ്പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. തിരുത്തിപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുങ്ങല്ലൂർക്കൊക്കെ പോണ ആ ഒരു സ്റ്റോപ്പിൻ്റെ പേരും ഒരു സ്ഥലത്തിൻ്റെ പേരുമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ദേ തിരുത്തിപ്പുറത്ത് വന്ന് അവിടെ പള്ളിയുടെ അടുത്തുനിന്ന് ഞങ്ങളെല്ലാവരും ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട്. ബസ്സൊക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ. അപ്പോൾ ഇതിലിവിടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന എല്ലാവരും സുനിച്ചേട്ടൻ്റെ അമ്മയുടെ നമ്മുടെ മൈത്രി അമ്മയുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഒരുവിധം എല്ലാവരും തന്നെ ഉണ്ട്. സുനിച്ചേട്ടൻ്റെ അനിയത്തിയും വേറൊരു ചേച്ചി മാത്രമേ ഇല്ലാതുള്ളൂ കേട്ടോ. ബാക്കിയുള്ള കസിൻസ് എല്ലാവരും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഡാൻസ് കളിക്കലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. ഡാൻസൊക്കെ കളിച്ച് നമുക്ക് തകർത്ത് പോകാമെന്നൊക്കെ. അങ്ങനെ വഴിയിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കുറച്ച് റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടൊക്കെയാണ് പോണത്. അതിൻ്റെ ഇടയ്ക്ക് കൂടി സുതപ്പനൊന്നും ഉണ്ടായില്ല. രാവിലെ ഞങ്ങൾ പെണ്ണുങ്ങളുടെ ഒക്കെ ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് പോണതേ. പോണ വഴിക്കാണെങ്കിൽ നമ്മളിങ്ങനെ പുഴയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും അതൊക്കെ നല്ല ആസ്വദിച്ച് ആരും ഉറങ്ങണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കിട്ടണ അവസരം പാഴാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭാരതപ്പുഴ എന്നിട്ട് നമ്മൾ ഈ കാണുന്നത്. അപ്പം അങ്ങനെ ഭാരതപ്പുഴയൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങാമെന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ദേ ഞങ്ങളങ്ങനെ മലപ്പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മളെത്തി. ഇനി അവരുടെ വീട്ടിലോട്ട് നമ്മൾ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നടന്ന് പോകാമെന്നൊക്കെ പറഞ്ഞ് ഞാനും സുതപ്പനും കൂടി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പോവേണ്ട. അത് കഴിഞ്ഞ് ദേ നമ്മളിവിടെ വീട്ടിലെത്തി. ഇപ്പം ദേ ഈ കാണുന്ന നമ്മളെ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ ചിരിക്കുന്ന ഈ ഓറഞ്ച് സാരി ഉടുത്ത അമ്മയുണ്ടല്ലോ. ആ അമ്മ നമ്മുടെ കട്ട ഫാനാണ് കൊണ്ടാട്ട ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മ എപ്പോൾ ഫോൺ ചെയ്യുമ്പോഴും അമ്മേനോട് സംസാരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ അവരുടെ വീട്ടിൽ നമ്മുടെ പരിപാടികൾ ആരംഭിച്ച് നമ്മുടെ മീറ്റിങ്ങും കാര്യങ്ങളും മീറ്റിങ്ങിൻ്റെ വാർഷികം ആയതുകൊണ്ട് തന്നെ നമ്മളൊരു കേക്കൊക്കെ മുറിച്ചാണ് കേട്ടോ അത് ആഘോഷിച്ചത്. നമ്മുടെ മുതിർന്നവരായ എല്ലാവരെയും കൊണ്ടാണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിച്ചത്. അങ്ങനെ ദേ കേക്കെല്ലാം കട്ട് ചെയ്ത് അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിലൊക്കെ വെച്ചൊക്കെ കൊടുത്തൊക്കെ അതിന് ശേഷമാണ് നമ്മളിനി ബാക്കി പരിപാടികളൊക്കെ തുടങ്ങുന്നത്. ബാക്കി പരിപാടി എന്ന് വെച്ചാൽ ഫുഡ് കേട്ടോ. ബാക്കി നമ്മൾ വന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞ് അങ്ങനെ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരഞ്ഞെടുപ്പിൽ ഞാൻ തന്നെ ആയിട്ട് ഖജാൻജി. അപ്പോൾ സെക്രട്ടറി നമ്മുടെ ദേ ഇപ്പം എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ചേച്ചിയാണ് സെക്രട്ടറി. അതിൻ്റെ ഈ വീട്ടിലുള്ള അമ്മു എന്ന് പറയുന്ന അവളാണ് പ്രസിഡൻ്റ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളുടെ കൊച്ചു സംഘടനയുടെ രണ്ടാമത്തെ വർഷം ഞങ്ങൾ ആഘോഷിച്ചത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ച്. പിന്നെ അവരുടെ അടുത്താണെങ്കിൽ കുറച്ച് കാണാനൊക്കെ ഉണ്ട്. അതും ഇതൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ കൊച്ചു മോളാണ് നമ്മളെല്ലായിടത്തും കൊണ്ടുപോയി കാണിക്കണമായിരുന്നിട്ട്. അവിടെയാണെങ്കിൽ ദേ കൊച്ച് കാണിക്കാൻ കൊണ്ടുവന്നത് നല്ല അടിപൊളി ഒരു സംഭവം കേട്ടോ. കണ്ണീര് പോലെ കിടക്കുന്ന വെള്ളം. ഈ വെള്ളത്തിൽ അവർ കുളിക്കാനൊക്കെ ഇറങ്ങാറുണ്ടെന്ന്. പക്ഷേ എന്തൊരു ഭംഗിയായിട്ട് കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ട് പോലും നല്ല നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ അടക്കാമരത്തോട്ടങ്ങളും ഞങ്ങളെല്ലാവരും കൂടി എല്ലാവരും കാണാൻ വന്നില്ല കേട്ടോ. അമ്മക്കൊന്നും ഇതുവഴി ഇറങ്ങാൻ പറ്റാത്ത കാരണം അമ്മ ഒന്നും വന്നില്ല. അപ്പോൾ ദേ ഞങ്ങളെല്ലാവരും കൂടി വന്ന് ഇതൊക്കെ കണ്ട് ദേ തിരിച്ചു പോകുമ്പോൾ നമ്മൾ കശുമാവിൻ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടിയാണ് പോണത്. സുതപ്പൻ്റെ 2-3 പ്രഹസനങ്ങളൊക്കെ കാണിക്കണ്ടായിരുന്നു. ആ മരത്തുമ്മയൊക്കെ തൂങ്ങിക്കിടന്നുണ്ട്. അങ്ങനെ ദേ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ നടന്ന് പിന്നെ അവരുടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ അവരുടെ യാത്രയൊക്കെ പറഞ്ഞ് ദേ ഞങ്ങളെല്ലാവരും അവരുടെ യാത്രയൊക്കെ പറഞ്ഞ് റോട്ടിൽ വന്ന് പിന്നെയും കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ഈ അമ്മ പോകാൻ നേരത്തും പറയണമായിരുന്നു സിന്ധോമ്മൻ അന്വേഷിച്ചെന്ന് പറയണം, കണ്ണൻ അന്വേഷിച്ചെന്ന് പറയണം, ശ്രുതീന എല്ലാവരും പേരെടുത്ത് അമ്മ പറയണമായിരുന്നു കേട്ടോ. അമ്മ നമ്മുടെ കട്ട ഫാനാണ് കേട്ടോ. അപ്പം അങ്ങനെ ദേ ഞങ്ങൾ അവരോടൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങോട്ട് പോന്നിട്ടാ. പോകുന്ന വഴിക്ക് ദേ ഈ വശത്തുള്ള കാഴ്ചകളൊന്നും ഞാൻ നിങ്ങളുടെ തിരിച്ചു പോരുമ്പോൾ കണ്ടിട്ടുണ്ടായില്ല. പിന്നെ തിരിച്ചു പോന്നപ്പോൾ എൻ്റെ സുധുവിൻ്റെ നല്ല അടിപൊളി പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. സുധു ഞാനും കൂടി തകർക്കായിരുന്നു കേട്ടോ. നമ്മുടെ വണ്ടിയിൽ കുറേ സ്ഥലം പോലെ നിങ്ങൾക്ക് തോന്നാം. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. നമ്മൾ പറഞ്ഞ വണ്ടിയല്ല വന്നത്, വേറെ സീറ്റ് കൂടുതലുള്ള വണ്ടിയാണ് വന്നത്. അപ്പോൾ സീറ്റ് കൂടുതലുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടേക്ക് ഇങ്ങനെ ഓടിക്കയറി നടക്കായിരുന്നു കേട്ടോ. എല്ലാ സീറ്റിലും ഓടി ഇരുന്ന് അങ്ങാടും ഇങ്ങോട്ടും ഒക്കെ ഇരിക്കാനുള്ള ഒത്തിരി സ്ഥലം ഉണ്ടായി. പിന്നെ ദേ നമ്മൾ ചാവക്കാട് ബീച്ചിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചാവക്കാട് ബീച്ച് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാതിരുന്നതാണ്. പക്ഷേ പിള്ളേർ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഗീതു ആൻറ്റി പ്ലീസ് നമുക്ക് എവിടെയെങ്കിലും വേറെയും കൂടി പോവാം, രാത്രി DJ വെക്കണം നമ്മുടെ വണ്ടിയിൽ, അപ്പോൾ നമുക്ക് രാത്രി ആയാലേ വീട്ടിലെത്താൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ചേട്ടന്മാരോടൊക്കെ പറഞ്ഞ് അങ്ങനെ സെറ്റാക്കി നമ്മൾ ദേ ചാവക്കാട് ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ചാവക്കാട് ബീച്ചിൽ നിന്ന് ബീച്ചിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ കുടിച്ച് എല്ലാം കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം പിന്നെ ബസ്സിൽ വന്നിട്ട് എൻ്റെ വക ഒരു ആങ്കറിങ് ഒക്കെ ഉണ്ട് നിങ്ങൾ ഈ കാണുന്നത്. വേറൊന്നുമല്ല, മൈക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓർത്ത് തന്നാൽ പിന്നെ പാട്ടൊക്കെ പാടിയൊക്കെ ഇവിടെ നിന്നാകുമ്പോൾ പിന്നെ ഈ ബസ്സിൽ നിന്നാകുമ്പോൾ ആരും ഓടൂലല്ലോ,
പുറത്താണ് ഞാൻ മൈക്ക് പിടിക്കണമെങ്കിൽ എല്ലാവരും എന്തായാലും ഓടിപ്പോകേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ആയിരിക്കുള്ളൂ എൻ്റെ പാട്ടൊക്കെ. അപ്പോൾ പിന്നെ അതേ നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടിയിട്ടാ. അങ്ങനെ പാട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം ദേ പിള്ളേരുടെ DJ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 8, 8:30, 9 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. ഇവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. രാത്രി ആവുമ്പോൾ ബസ്സിൽ ഇങ്ങനെ DJ ഒക്കെ ഇട്ട് പോകണം. എന്നിട്ട് ഈ ടൗൺ എത്തുമ്പോഴേക്കും ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവളുമാരും ഒക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങനെ ദേ നമ്മൾ DJ ഒക്കെ എല്ലാവരും തകർക്കണ്ട കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ദിവസം അടിച്ച് പൊളിച്ച്. അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് പറയണോട്ടോ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.